ചേട്ടൻ ആദ്യം ഒന്ന് കരഞ്ഞു അല്ലെങ്കിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ആളുടെ അവസ്ഥ എന്താണ്? അല്ല ഇപ്പോ ഈ പറയുന്ന പോലെ ഞങ്ങള് ഒരു പ്ലാനിങ് കൊച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ചെറുകീശ്വരം ഒന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്തേക്കാണോ ഞങ്ങൾ വന്നതെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. പിന്നെ ആള് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ പേടിയാണ്. കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്, ആദ്യത്തിനേക്കാളും കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞ് വരുന്ന സമയം ഇപ്പം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കുഞ്ഞ് വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന സെറ്റ് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ കോൺവെർസേഷനും രാത്രിയിലൊക്കെ കുഞ്ഞ് വന്ന സമയത്ത് ഇനി നമ്മൾ സ്കൂളൊക്കെ എങ്ങനെയായിരിക്കും ചിന്തിച്ചു. അതൊക്കെ ആക്ച്വലി ഞാനായിരുന്നു സംസാരിക്കുന്നത് ഉണ്ണിയുടെ അടുത്ത്. അപ്പൊ ഞങ്ങളുടെ കോൺവെർസേഷനെ മാറി. ഇനി അതായത് ഫ്യൂച്ചർ ബേബി അല്ലെങ്കിൽ കുറെ റെസ്പോൺസിബിലിറ്റീസ് വന്നു. ഇതൊക്കെ ശരിക്കും ഇതുവരെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞെന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഈ 4 years ആയിട്ടും ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതാണ്. മുമ്പ് ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം അറിയുന്നത് ഒറ്റ വീഡിയോയിലൂടെയാണ്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ക്യാപ്ചർ ചെയ്തത് ആരാ? ഏതായിരുന്നു? യൂട്യൂബ് വീഡിയോ. അത് എൻ്റെ ബ്രദറിന്റെ ടീം തന്നെയായിരുന്നു. അതിന്റെ കൺസെപ്റ്റും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ക്യാപ്ചർ ചെയ്തത് ഈ പറയുന്ന പോലെ എൻ്റെ അനിയൻ്റെ തന്നെ ഷോമോഷ് എന്ന് പറഞ്ഞ ടീം. പിന്നെ അതിന്റെ കോൺസെപ്റ്റ് അത് ആക്ച്വലി ചോറ്റാനിക്കര. ഞാൻ അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മുമ്പ് അത് ഇതൊക്കെ എൻ്റെ പാരൻസ് ഒക്കെ ഇപ്പോഴും അറിയണം. എൻ്റെ അച്ഛനമ്മയ്ക്കൊന്നും അറിയ പോലുമില്ല. ഞാനത് ഡബ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നു കൂടെ. അന്ന് എന്തോ കാരണം കൊണ്ട് ഉണ്ണിയേട്ടൻ എൻ്റെ ഒപ്പം വരാൻ പറ്റില്ല. അമ്മയ്ക്കായിരുന്നു ഡബിങ്ങിന്റെ ടൈമിൽ വന്നേ. അപ്പൊ ഞാനിത് ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. ഈശ്വര അമ്മ ശരിക്കും അമ്മ ഭയങ്കര ഷോക്ക്. എനിക്ക് കാണാൻ പറ്റും, ഞാൻ സ്റ്റുഡിയോയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് അമ്മേനെ പുറത്തുനിന്ന് കാണാൻ പറ്റും. അപ്പൊ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, ഞങ്ങള് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ വീട്ടിലാ, അല്ലെങ്കിൽ എനിക്ക് ഉണ്ണിയേട്ടൻ അല്ലാണ്ട് വേറൊരാൾക്കറിയില്ല. പിന്നെ ആ ചോറ്റാനിക്കര ദേവിക്ക് അറിയായിരിക്കും, വേറെ ഒരാൾക്കറിയില്ല. അപ്പോ അതും ഈ പറയുന്ന പോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെ ഇന്ന് ഞങ്ങൾ കല്യാണം കഴിക്കുന്നു പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പെട്ടെന്ന് പോയിട്ട് ശരിക്കും എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ? മീൻസ് വീട്ടിൽ സപ്പോർട്ടല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? വീട്ടില് സപ്പോർട്ടില്ലെന്ന് വെച്ചാൽ വീട്ടിലറിയാം ഞാനൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഇപ്പൊ ഉണ്ണിയേട്ടനാണെങ്കിലും എന്നോടത്ത് ഇഷ്ടം തോന്നിയപ്പം ഞാനും ഉണ്ണിയേട്ടനടുത്ത് പറഞ്ഞത് വീട്ടിൽ വന്നിട്ട് ആദ്യം സംസാരിക്കൂ എന്നായിരുന്നു. അപ്പൊ ഉണ്ണിയേട്ടൻ ആദ്യം വന്ന് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും കാര്യം പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് എന്ന് വെച്ചാൽ അവരങ്ങനെ സപ്പോർട്ടിങ് ഒന്നല്ല, പക്ഷെ അവർക്കറിയാം. എനിക്കിങ്ങനെ ഇഷ്ടമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ്. പിന്നെ ഉണ്ണിയേട്ടൻ കുടുംബമായിട്ട് എന്നെ പെണ്ണ് കാണാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, ഫുൾ ഫാമിലി. അതിനൊക്കെ ശേഷമാണ് അമ്പലത്തിൽ പോയി താലി കെട്ടിയത്? അതിനൊക്കെ ശേഷമാണ്. മാലയിട്ട് കല്യാണം കഴിച്ചു നിങ്ങള്? മാലയിട്ട് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പൂജാരി കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങള് ഭഗവതിയുടെ മുമ്പ് ഞങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം, അങ്ങനെ ഞങ്ങള് കല്യാണം കഴിച്ചു. അതും ഈ പറയുന്ന പോലെ വളരെ സർപ്രൈസിങ് ആയിരുന്നു എനിക്കും. ഒട്ടും പ്ലാൻഡ് അല്ല. ഇപ്പൊ ഈ ബേബി വന്ന പോലെ തന്നെ അതും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പൊ ആ കാര്യം യൂട്യൂബിൽ എനിക്ക് ഈ ചോറ്റാനിക്കരയില് വെച്ചിട്ട് അമ്മയുടെ മുമ്പിൽ നിന്നായിരുന്നു അങ്ങനെ ഒരു കാര്യം നടന്നത്. അപ്പോ ബേബി വരുന്ന കാര്യം എനിക്ക് എന്റെ മനസ്സിൽ ഓക്കെ, ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞു, അമ്മ അച്ഛൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇനി എനിക്കിത് അറിയിക്കേണ്ടത് അവിടെയാണ്. ഞാനൊരു അമ്പലത്തിൽ പോവാണെങ്കിൽ ഞാൻ ആദ്യം പോകുന്നത് അവിടെ തന്നെയായിരിക്കും, ഞാൻ ദൈവം എടുത്ത് പറയും, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോൾ ഞാൻ വെച്ചു നോക്കി യൂട്യൂബിൽ ഇനി ബാക്കി ആൾക്കാരുടെ അടുത്ത് അറിയിക്കുമ്പോഴും അവിടെ നിന്ന് തന്നെ ഈ വിശേഷം അറിയിക്കാം, ഈ ഒരു രഹസ്യം കൂടെ നമുക്ക് പറയാം എന്ന് തോന്നി. ഇത് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കിടയിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു രഹസ്യമല്ല. അപ്പൊ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അപ്പോഴും ഞങ്ങള് വിചാരിക്കുന്നത് വീഡിയോ ഇറങ്ങുമ്പോഴായിരിക്കും നമ്മളുടെ പാരന്റ്സ് ഇത് കാണാൻ. പക്ഷെ അന്ന് ഡബിങ്ങിന്റെ സമയത്ത് ഉണ്ണിയേട്ടൻ ഉണ്ടായില്ല. അപ്പൊ ഞാൻ തന്നെ ഡബ് ചെയ്യാൻ പോവാൻ പറ്റില്ല, അമ്മ കൂടെ വന്നു. എന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട്, ഒറ്റയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യണം. ഉണ്ണിയേട്ടനില്ല, കേൾക്കാണെങ്കിലും ഉണ്ണിയേട്ടനില്ലല്ലോ, ഒറ്റയ്ക്ക് എന്നെ ഇട്ട് കൊടുത്തിട്ട് പോയി എന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന് തൊട്ട് മുമ്പുള്ള ലൈൻ എത്തിയപ്പോ ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതൊരു ഓക്കെ ആണോ അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ നോക്കിട്ട് എനിക്ക് അടുത്ത ലൈൻ പറയാൻ എനിക്കുള്ളിലൊരു പേടി. സംഭവം ബേബി വരെ എത്തി, എന്നാലും ഞാൻ അന്ന് ചെയ്ത കള്ളത്തരമാണല്ലോ. അപ്പൊ എനിക്കൊരു പേടി. ഞാനിങ്ങനെ കുറെ തപ്പി കഴിച്ച് ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം കുടിക്കുന്നു. എനിക്ക് അത് പറയാൻ മാത്രം എനിക്ക് പറ്റണില്ല. അപ്പൊ
ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ചിലപ്പോ അമ്മ ഞാൻ അടുത്ത പറയുമ്പോ ഒന്ന് ഞെട്ടുമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞോളൂ. അപ്പൊ അമ്മ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിത് ഡബ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഞാൻ അമ്മനെ നോക്കണില്ല. എന്നിട്ട് ഞാൻ കുറച്ച് നോക്കുമ്പോ അമ്മ വായിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഫസ്റ്റ് ഇത് നിങ്ങൾ ചെയ്തു ഇനി എന്തിനാ നിങ്ങൾ ഇതായിരുന്നു അമ്മയുടെ ഫസ്റ്റ് റിയാക്ഷൻ. പിന്നെ അച്ഛനടുത്ത് ഞാൻ അച്ഛനോട് അതുകൊണ്ട് ഞാൻ ആ യൂട്യൂബ് വീഡിയോ കാണാൻ നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, എന്റെ അടുത്ത് ചോദിക്കാത്തതായിരിക്കും. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. കല്യാണം കഴിച്ചു, ഇപ്പൊ ഒരു കുട്ടിയാവുന്ന പ്രശ്നമില്ല. അത് അവരുടെ സമ്മതത്തോടു കൂടി ഞങ്ങൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പതേ 5 മാസമായി ഇങ്ങനെ ഇരിക്കണു, ഒരു കുഞ്ഞൊക്കെ ആയില്ലേ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് അച്ഛൻ കണ്ടില്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അറിയിച്ചിട്ടുണ്ട്. അല്ല, നാട്ടുകാർ മൊത്തം കണ്ടു. എന്തായാലും അച്ഛൻ കണ്ടില്ലെങ്കിലും അച്ഛന് ഇൻഫർമേഷൻ കിട്ടുന്നുള്ളത് അറിയാം. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ അച്ഛനോട് ചോദിക്കാൻ പോയില്ല. അപ്പൊ ഞാൻ തിരിച്ച് ഉണ്ണിയേട്ടൻ വന്ന സമയത്ത് അന്ന് ഡബിങ് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തിയപ്പം അമ്മ ഇങ്ങനെ ഉണ്ണിയേട്ടനോട് നിങ്ങൾ രണ്ടുപേരും മിടുക്കന്മാരാണ്, എന്തൊക്കെ കള്ളത്തരങ്ങളാ ചെയ്തു വെച്ച ആ സമയത്ത് നിങ്ങളെ ഞാൻ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞ അമ്മ ഭയങ്കര ഉണ്ണിയേട്ടൻ ഇങ്ങനെ ഓരോന്ന് അമ്മയെ കളിപ്പിച്ചിട്ട് അത് പിന്നെ അങ്ങ് വിട്ടു അങ്ങനെ രക്ഷപ്പെട്ടു. വലിയ സീരിയസ് ഒന്നുമല്ല, അമ്മയും തമാശയിലാണ്. പക്ഷെ ഞങ്ങൾ അത്രയും മിടുക്കരായിരുന്നു. ഇങ്ങനെ വീട്ടുകാരറിയാതെ ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ ഇപ്പൊ പറയാൻ പറ്റുന്നത്? ഇതൊരു വലിയ കാര്യമാണ്, ഇതിലും വലുത് വേറെ ഇതിലും വലുത് വേറെ ഒന്നുമില്ല. അവരറിയാണ്ട് ഞങ്ങൾ പോയി കല്യാണം അപ്പുറത്തേക്കൊന്നുമില്ല. അതല്ലാതെ വീട്ടുകാരറിയാതെ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തായാലും പ്രണയിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായില്ലേ? അല്ല, ഈ പറയുന്ന പോലെ ഞാൻ ഏട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങള് സിനിമയ്ക്ക് പോകുന്ന സമയമാണെങ്കിലൊക്കെ അമ്മയ്ക്കറിയാം. ഞാൻ പറയും ഞാനൊന്നും എണ്ണ കണ്ടുവരാം, അല്ലെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ്. എപ്പോഴും എൻ്റെ കൂടെ അമ്മ അച്ഛനും ചെയ്യുന്ന ഒരു ഒറ്റ കാര്യമായിരുന്നു, അനിയനെ കൂടെ വിടും എൻ്റെ. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും നീ അവരുടെ നടുവ് തന്നെ ഉണ്ടാവണം കേട്ടോ അതൊക്കെ പറയും. അത് അവൻ ഇപ്പോഴും, അവൻ കല്യാണം കഴിഞ്ഞൊന്നും അവൻ അറിഞ്ഞില്ല, അവൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ നടുവ് തന്നെ വന്നിരിക്കും. എന്നിട്ട് ഉണ്ണിയേട്ടൻ പറയും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് മാറാം എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ മറച്ചു വെച്ച അങ്ങനെ വലിയ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ അമ്മയുടെ ബാക്കിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏട്ടനായിട്ട് പിന്നെ അങ്ങനെ മറച്ചു വെക്കേണ്ടതൊന്നുമില്ല. ഇതായിരുന്നു ഏറ്റവും വലിയ രഹസ്യം. അതെ, ഇതിന് മേലെ ഒന്നുമില്ല, അതിന് വേറെ ഒന്നുമില്ല. വീട്ടിലെല്ലാം അറിയാം. ഓക്കെ. ഇപ്പം ഒരു ബേബി വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലേക്ക് വരും, അതൊക്കെ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തു. എങ്കിലും ഒരു ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അല്ല, ആദ്യത്തെ കുട്ടി ആയതുകൊണ്ടേ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് എന്ത് വേണം എന്നുള്ളതിനേക്കാളും ഉണ്ണിയേട്ടന്റെ എന്താണ് ആഗ്രഹം എന്ന് അറിയാനായിരുന്നു എന്റെ ക്യൂരിയോസിറ്റി. അപ്പൊ എന്ത് പറഞ്ഞു ആളുടെ ആഗ്രഹം എന്താണ്? ആളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തിച്ചു വെക്കും, ഏട്ടന് ശരിക്കും എന്താ വേണ്ടേ? അപ്പൊ ഒന്നും പറയില്ല എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ എന്നിട്ട് അറിയാൻ വേണ്ടിയിട്ട് പേരൊക്കെ കണ്ടുപിടിക്കണ്ടേ, പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കും. അപ്പൊ അതും ചെയ്തിട്ടില്ല. ആളും പറയണത് എന്താണെങ്കിലും കുഴപ്പമില്ല, ബേബി എന്തോ ആയിക്കോട്ടെ. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ എന്തോ ഒരു പാട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.